ഏവർക്കും അക്ഷരമുറ്റത്തേക്ക് സ്വാഗതം. 10ാം ക്ലാസ് അടിസ്ഥാന പാഠാവലി യൂണിറ്റ് 3 അധ്യായം 3 വിജ്ഞാന ഭാഷയും വൈജ്ഞാനിക സമൂഹവും. ഈ അധ്യായത്തിൽ നമ്മൾ CM മുരളീധരന്റെ ഒരു ലേഖനമാണ് പരിചയപ്പെടുന്നത്. ഈ ലേഖനത്തിന്റെ വിശകലനവും പാഠഭാഗ പ്രവർത്തനങ്ങളുടെ ഉത്തരമാതൃകകളുമാണ് ഈ വീഡിയോയുടെ ഉള്ളടക്കം. വീഡിയോ മുഴുവനായി കാണാനും ഉത്തരങ്ങൾ എഴുതിയെടുത്ത് കൃത്യമായി പഠിക്കാനും ശ്രദ്ധിക്കുക. താരതമ്യേന വലിയ ഒരു അധ്യായമായതുകൊണ്ട് തന്നെ നമുക്കിത് വായിച്ച് അതാത് ഭാഗങ്ങളിൽ വിശകലനം ചെയ്ത് മുന്നോട്ട് പോകാം. ഒരുമിച്ച് വായിച്ച് വിശകലനം ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഓരോരോ പാരഗ്രാഫുകളായിട്ട് അല്ലെങ്കിൽ ഓരോ ഭാഗങ്ങളായിട്ട് വായിച്ച് ഞാനിത് വിശകലനം ചെയ്ത് പോവുകയാണ്. ശ്രദ്ധിച്ച് കേട്ടിരിക്കുക. ലേഖന ഭാഷയാണ്. കഥയോ കവിതയോ നോവലോ പഠിക്കുന്നത് പോലെ അത്ര അനായാസമായി നിങ്ങൾക്കിത് പഠിച്ചെടുക്കാൻ സാധിക്കുകയില്ല എന്നുള്ള ഓർമ്മ വേണം. അതുകൊണ്ട് തന്നെ ഓരോ വരിയും ശ്രദ്ധിച്ച് കേട്ടിരിക്കുക. പാഠഭാഗത്തിലേക്ക് പോകാം. പാഠഭാഗത്തിന്റെ ആമുഖമായി ഒരു വരി നൽകിയിട്ടുണ്ട്. കാണുക. അറിവാകാശത്തിലെ അക്ഷരങ്ങൾ മണ്ണിൽ നിറവായി വിളയുന്നു. ഇതിന്റെ അർത്ഥം എന്താണ്? ഒരു മനുഷ്യന്റെ അറിവിലൂടെയും അവൻ നേടിയ വിജ്ഞാനത്തിലൂടെയുമാണ് ഈ ലോകത്തിൽ അവന് വളരെ അനായാസകരമായിട്ടുള്ള മഹത്തരമായ ഒരു ജീവിതം സാധ്യമാകുന്നത്. അവന്റെ അറിവിലൂടെയാണ് അവൻ ജീവിക്കുന്ന ചുറ്റുപാടിനെയും സംസ്കാരത്തെയും നാടിനെയും പരിപോഷിപ്പിക്കുന്നത്. അപ്പോൾ ഒരാളുടെ അറിവാണ് അവനെ എല്ലാ തരത്തിലും വളരാൻ അനുവദിക്കുന്നതെന്നും അവനെ പ്രയോജനമുള്ള ഒരു മനുഷ്യനാക്കി മാറ്റുന്നതെന്നും നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാം. പാഠഭാഗത്തേക്ക് പോകാം. വായിക്കുകയാണ്. ശ്രദ്ധിച്ചിരിക്കുക. വിജ്ഞാന ഭാഷയും വൈജ്ഞാനിക സമൂഹവും. ശാസ്ത്രബോധവും യുക്തിചിന്തയും മുറുകെ പിടിച്ച് ആധുനിക ജീവിതത്തിലേക്ക് മുന്നേറിയ നാടാണ് കേരളം. എന്താണ് ശാസ്ത്രബോധം എന്ന് പറയുന്നത്? ലോകത്തിലെമ്പാടും ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങളെക്കുറിച്ചും യുക്തിചിന്തയെക്കുറിച്ചും. യുക്തിചിന്ത എന്ന് പറയുന്നത് എന്താണ്? അനാവശ്യമായ അന്ധവിശ്വാസങ്ങളെ ഒഴിവാക്കിക്കൊണ്ട് നമുക്കിപ്പോ ഭാഗ്യത്തിലും അല്ലെങ്കിൽ വിധിയിലും വിശ്വസിച്ച് നമുക്ക് മിണ്ടാതിരിക്കാൻ സാധിക്കുകയില്ല. അല്ലെങ്കിൽ ഏതെങ്കിലും പ്രപഞ്ച ശക്തികളോ നമ്മൾ ആരാധിക്കുന്ന ഏതെങ്കിലും ശക്തികളോ നമുക്ക് എല്ലാം നേടിത്തരുമെന്ന് കരുതി നമുക്ക് വെറുതെ ഇരിക്കാൻ സാധിക്കുകയില്ല. മനുഷ്യൻ സ്വയം അധ്വാനിക്കുക തന്നെ വേണം. താൻ പാതി ദൈവം പാതി എന്നാണല്ലേ. പ്രാർത്ഥനയും വിശ്വാസവും ഒക്കെ നമുക്ക് എപ്പോഴാണ് വേണ്ടുന്നത്? നാം ചെയ്യേണ്ടുന്ന കർമ്മം ചെയ്തതിന് ശേഷമായിരിക്കണം നാം അവയിലെല്ലാം മുറുകെ പിടിക്കേണ്ടുന്നത്. അല്ലാതെ അന്ധവിശ്വാസങ്ങളിൽ മാത്രം മുഴുകിയിരുന്നാൽ പറ്റില്ല. അപ്പോൾ ആ തിരിച്ചറിവുള്ള ഒരു നാടാണ് കേരളം. ലോകം എത്രത്തോളം മുന്നേറിയിട്ടുണ്ടോ അത്രത്തോളം തന്നെ മുന്നേറിയിട്ടുള്ള, അതിനെക്കുറിച്ച് നല്ല അവബോധമുള്ള, ലോകത്തിലെമ്പാടും ഉണ്ടായിട്ടുള്ള കണ്ടുപിടുത്തങ്ങളെക്കുറിച്ച് നല്ല അവബോധമുള്ള ഒരു നാടാണ് കേരളം. ഇവയോടൊപ്പം മതനിരപേക്ഷതയുടെയും സാമൂഹിക നീതിയുടെയും ജനാധിപത്യത്തിന്റെയും മൂല്യങ്ങളും കേരളീയ നവോത്ഥാനം ഉയർത്തിപ്പിടിച്ചിരുന്നു. എന്തൊക്കെയാണ്? മതനിരപേക്ഷത. ഇവിടുത്തെ എല്ലാ ജാതി മതസ്ഥരും ഒരുപോലെ തന്നെയാണ് പരിഗണിക്കപ്പെടുന്നത്. സാമൂഹിക നീതി, താഴ്ന്നവനെന്നോ ഉയർന്നവനെന്നോ ഉള്ള ഭേദമില്ലാതെ എല്ലാ മനുഷ്യരെയും കേരളീയർ ഒന്നുപോലെ കാണുന്നു. ജനാധിപത്യ മൂല്യങ്ങളെ എന്തു ചെയ്യുന്നു? നാം മുറുകെ പിടിക്കുന്നു. അങ്ങനെയുള്ള എല്ലാ മൂല്യങ്ങളെയും ഉയർത്തിപ്പിടിച്ച കേരളീയ നവോത്ഥാനത്തിന്റെ ബാക്കി പത്രങ്ങളാണ് നാം. എന്നാൽ ഇന്ന് യുക്തിരാഹിത്യവും അശാസ്ത്രീയതകളും സമൂഹ ജീവിതത്തിൽ ആഴത്തിൽ വേരുകൾ ഇറക്കിയിരിക്കുന്നു. നമ്മള് പത്രങ്ങളിലൂടെയും TV-യിലൂടെയും മറ്റും വാർത്തകളുടെ രൂപത്തിൽ കാണുന്നുണ്ട്. ആളുകൾ മന്ത്രവാദത്തിലും പിന്നെ ബ്ലാക്ക് മാജിക്കുകളിലും ഒക്കെ വിശ്വസിക്കുന്നുവെന്നും ഓരോ അന്ധവിശ്വാസങ്ങൾക്ക് അടിപ്പെട്ട് കൊലപാതകം പോലെയുള്ള കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്നുവെന്നും ഒക്കെ നമ്മൾ വായിച്ചറിയാറും കേട്ടറിയാറും ഒക്കെ ഉണ്ട്. അങ്ങനെയുള്ള ചില തെറ്റായ നടപടികൾ ഇന്ന് നമ്മുടെ സമൂഹത്തിലേക്ക് കടന്നു വന്നിരിക്കുകയാണ്. മതനിരപേക്ഷതയും സാമൂഹിക നീതിയും ജനാധിപത്യവും വെല്ലുവിളികൾ നേരിടുകയാണ്. പണ്ട് ഒരിക്കൽ നാം ജാതി മത ഭേദങ്ങളെല്ലാം ഒഴിഞ്ഞു പോകുന്നതിന് വേണ്ടി ഇന്നാട്ടിലെ ജനങ്ങൾ, നമ്മുടെ പൂർവികരെല്ലാം സമരം ചെയ്തവരാണ്. അവർ ഒരുപാട് പോരാടിയിട്ടാണ് എല്ലാ മനുഷ്യരെയും ഒരുപോലെ പരിഗണിക്കുന്ന ഒരു സാമൂഹിക അവസ്ഥയിലേക്ക് എത്തിച്ചേർന്നത്. എന്നാൽ ഇന്ന് വീണ്ടും മത ജാതി ചിന്തകളൊക്കെ നമ്മുടെ സമൂഹത്തിലേക്ക് കടന്നു വരുന്നുണ്ട്. പിന്നെ സാമൂഹിക നീതി, ഉയർന്നവനെന്നും താഴ്ന്നവനെന്നുമുള്ള ഏറ്റക്കുറച്ചിലുകൾ ഇന്ന് സമൂഹത്തിൽ ഉണ്ടാകുന്നുണ്ട്. ഉയർന്നവൻ ഒരു നീതിയും താഴ്ന്നവന്, കയ്യിൽ കാശില്ലാത്തവന് മറ്റൊരു നീതി ലഭിക്കുന്ന ഒരു കാലഘട്ടം വീണ്ടും കടന്നു വന്നുകൊണ്ടിരിക്കുന്നു. ജനാധിപത്യം പോലും ഇന്ന് വെല്ലുവിളികൾ നേരിടുകയാണ് എന്നാണ് ലേഖകൻ പറയുന്നത്. പുതിയ കാല വെല്ലുവിളികളെ അഭിമുഖീകരിക്കുന്നതിനും അതിജീവിക്കുന്നതിനും സമൂഹത്തെ സജ്ജമാക്കേണ്ടതുണ്ട്.
അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെയുള്ള ഒരുപാട് ആപത്തുകൾ കടന്നു വരുമ്പോൾ അതിനെ നേരിടാൻ നാം തയ്യാറായിരിക്കണം. ശാസ്ത്രവിജ്ഞാനവും ശാസ്ത്രാവബോധവും വളർത്തുകയും ശാസ്ത്രം മനുഷ്യരാശിക്ക് നൽകിയിട്ടുള്ള സംഭാവനകൾ വിശദീകരിച്ചുകൊണ്ട് മനുഷ്യരെ ശുഭാപ്തി വിശ്വാസികളാക്കി മാറ്റുകയും ചെയ്യുക എന്നത് ഒരു പ്രധാന കർമ്മപദ്ധതിയായി ഏറ്റെടുക്കേണ്ടതുണ്ട്. മനുഷ്യരിന്ന് ഒരുപാട് തരത്തിലുള്ള അന്ധവിശ്വാസങ്ങൾക്ക്, തെറ്റായ ധാരണകൾക്ക് ഒക്കെ അടിമപ്പെട്ട് കിടക്കുകയാണ് അല്ലേ? അവരെയൊക്കെ എന്ത് ചെയ്യണം? ശാസ്ത്ര അവബോധത്തിലേക്ക്. നോക്കൂ, ഈ ലോകം എന്തുമാത്രം വികസിച്ചിരിക്കുന്നു, ശാസ്ത്രം എന്തുമാത്രം മുന്നേറിയിരിക്കുന്നു, എന്തെല്ലാം കണ്ടുപിടുത്തങ്ങളാണ് ഇന്ന് ലോകത്തിലെമ്പാടും ഉണ്ടായിരിക്കുന്നത്. നിങ്ങൾ ഇപ്പോഴും ഈ പൊട്ടക്കിണറ്റിലെ തവളകളെ പോലെ അന്ധവിശ്വാസങ്ങളെയും മതത്തെയും ജാതിയെയും ഒക്കെ മുറുകെ പിടിച്ച് തമ്മിലടിക്കുകയാണോ? നിങ്ങൾ ഈ വിശാലമായ ലോകത്തെ കാണുക എന്ന് പറഞ്ഞ് അവരെ ആ ശാസ്ത്ര ലോകത്തിലേക്ക്, അവബോധത്തിലേക്ക് കൊണ്ടുപോകേണ്ടതുണ്ട്. അതിന്റെ ഭാഗമായുള്ള വിജ്ഞാനോൽപാദനവും പ്രസാരണവും നവസമൂഹ സൃഷ്ടിക്ക് ആവശ്യമായ അടിസ്ഥാന പ്രവർത്തനങ്ങളിൽ പ്രധാനമായ ഒന്നാണ്. അപ്പോൾ ഇക്കാര്യങ്ങളെ കുറിച്ചെല്ലാം സാധാരണക്കാരായിട്ടുള്ള ഇന്നാട്ടിലെ ജനങ്ങളെ പറഞ്ഞു മനസ്സിലാക്കുക എന്നുള്ളതാണ് പുതിയ ഒരു സമൂഹം സൃഷ്ടിക്കാൻ ഏറ്റവും അടിസ്ഥാനപരമായി നാം ചെയ്യേണ്ടുന്നത്. നോക്കൂ, അടുത്ത പാരഗ്രാഫ് നോക്കാം. ഈ സമൂഹത്തെ ഒരു വിജ്ഞാന സമൂഹമായി പരിവർത്തിപ്പിക്കുക എന്നത് അടിയന്തര കർത്തവ്യമാണ്. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെയുള്ള ശാസ്ത്ര സാങ്കേതിക രംഗത്തെ വളർച്ചകളെ കുറിച്ചെല്ലാം പറഞ്ഞു മനസ്സിലാക്കി ജനങ്ങളെ ശാസ്ത്ര അവബോധമുള്ളവരാക്കി മാറ്റി അവരെ ഈ അന്ധവിശ്വാസത്തിൽ നിന്നും ജാതി മത വൈരാഗ്യത്തിൽ നിന്നും ഒക്കെ പിടിച്ച് തിരിച്ചു കൊണ്ടുവരിക എന്നുള്ളത് വളരെ അത്യാവശ്യമാണ്. വിവരസാങ്കേതിക വിദ്യയുടെ മുന്നേറ്റം വിജ്ഞാനത്തെ സാർവജനീനമാക്കാനും ജനാധിപത്യവൽക്കരിക്കാനും സഹായകമായിട്ടുണ്ടെന്ന് പരക്കെ അംഗീകരിക്കപ്പെടുമ്പോഴും ഡിജിറ്റൽ അസമത്വം പെരുകുകയാണെന്ന വസ്തുതയും കാണേണ്ടതുണ്ട്. അപ്പോൾ വിവരസാങ്കേതിക വിദ്യ, അതായത് ഇന്റർനെറ്റിന്റെ വരവോടുകൂടി എല്ലാവർക്കും എല്ലാ തരത്തിലുമുള്ള അറിവുകളും വിജ്ഞാനങ്ങളും ഒക്കെ വളരെ സുലഭമായി ലഭ്യമായി തുടങ്ങി. നിങ്ങൾക്ക് ഇന്നൊരു കാര്യത്തെക്കുറിച്ച് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഗൂഗിളിൽ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി. നിങ്ങൾക്ക് അതിന് ആവശ്യമായിട്ടുള്ള ഉത്തരങ്ങൾ ഇങ്ങോട്ട് അത് പറഞ്ഞു തരും. പക്ഷേ അപ്പോഴും അവിടെ എന്ത് നിലനിൽക്കുന്നുണ്ട്? ഡിജിറ്റൽ അസമത്വം നിലനിൽക്കുന്നുണ്ട്. നിങ്ങൾക്കിപ്പോൾ അറിയാം, എന്തെങ്കിലും ഒരു സംശയമുണ്ടെങ്കിൽ അത് ഗൂഗിളോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള AI ടൂളുകളോ ഉപയോഗിച്ച് നിങ്ങൾക്ക് അതിനുള്ള സംശയങ്ങൾക്ക് ഉത്തരം കണ്ടെത്താൻ കഴിയുമെന്ന് ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ കുട്ടികൾക്കറിയാം. പക്ഷേ നിങ്ങൾക്ക് ഒരു തലമുറയ്ക്ക് മുൻപുള്ള അല്ലെങ്കിൽ നിങ്ങളുടെ അച്ഛൻ്റെയും അമ്മയുടെയും ഒക്കെ തലമുറയിൽപ്പെട്ട എല്ലാ മനുഷ്യർക്കും, അല്ലെങ്കിൽ നിങ്ങളുടെ അമ്മമ്മയുടെയും അപ്പൂപ്പൻ്റെയും തലമുറയിൽപ്പെട്ട എല്ലാ മനുഷ്യർക്കും ഇത്തരത്തിൽ അറിവ് കണ്ടെത്തുക, വിവരങ്ങൾ കണ്ടെത്തുക എന്നുള്ള ഒരു ഡിജിറ്റൽ ധാരണ, ഒരു ഡിജിറ്റൽ സാങ്കേതിക വിദ്യയെക്കുറിച്ചുള്ള ധാരണ അവർക്ക് ഉണ്ടായിരിക്കണമെന്നില്ല. നമുക്കറിയാം, നമ്മുടെ വീട്ടിലെ അച്ഛനും അമ്മയും സ്മാർട്ട് ഫോണുകൾ കൈകാര്യം ചെയ്യുന്ന രീതിയിലല്ല നാം കൈകാര്യം ചെയ്യുന്നത് അല്ലേ? നമുക്ക് അവരെക്കാൾ കുറച്ചുകൂടി മെച്ചപ്പെട്ട രീതിയിൽ ഇതിലെ എല്ലാ ഫീച്ചേഴ്സിനെയും കുറിച്ചുള്ള ധാരണയുണ്ട്. ഒരു പക്ഷേ നമ്മുടെ അച്ഛനും അമ്മയും ഒക്കെ നമ്മളിൽ നിന്നായിരിക്കും ഫോൺ ഉപയോഗത്തിനെ കുറിച്ച് തന്നെയും പഠിക്കുന്നത് അല്ലേ? അപ്പോൾ അതൊരു നല്ല പ്രവണതയല്ല എങ്കിലും നിങ്ങൾക്കറിയുന്ന അത്രയും ഡിജിറ്റൽ ധാരണ ആർക്കില്ല? നിങ്ങൾക്ക് ഒന്നോ രണ്ടോ തലമുറയ്ക്ക് മുൻപുള്ള ആൾക്കാർക്ക് ഇല്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എല്ലാവർക്കും ഒരേ തരത്തിൽ നെറ്റിലേക്ക് ആക്സസ് ലഭിക്കുന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ അത് ഉപയോഗിച്ചുകൊണ്ട് അറിവ് നേടാൻ സാധിക്കുന്നില്ലെങ്കിൽ, അതിനെയാണ് ഇവിടെ നമുക്ക് ഡിജിറ്റൽ അസമത്വം എന്ന് പറയാൻ സാധിക്കുക. അതുപോലെ തന്നെ ചില രാജ്യങ്ങളിലേക്ക് മാത്രമായിട്ട്, ചില സമൂഹങ്ങളിലേക്ക് മാത്രമായിട്ട് വിവരങ്ങളും വിജ്ഞാനവും ഒക്കെ അവർ എന്ത് ചെയ്യും? കൈയടക്കി വെച്ചിരിക്കും. അവർ പഠനത്തിലൂടെയും മറ്റും അറിഞ്ഞിട്ടുള്ള കാര്യങ്ങളൊന്നും മറ്റുള്ളവരുമായി പങ്കുവെച്ചു കൊള്ളണമെന്ന് ഇല്ല. ഇപ്പോൾ ഏതെങ്കിലും പ്രധാനപ്പെട്ട രോഗങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങളായിരിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും പ്രകൃതി പ്രതിഭാസങ്ങളെക്കുറിച്ചുള്ള കാര്യമായിരിക്കാം. അത് ഒരു രാജ്യത്തിന് അറിയുകയും അത് മറ്റ് രാജ്യങ്ങൾക്ക് പങ്കുവെക്കാതെ അവരുടെ രാജ്യത്തിനുള്ളിൽ തന്നെ ഒതുക്കി വെക്കുകയും ചെയ്യുകയാണെങ്കിൽ അതും എന്ത് തന്നെയാണ്? അസമത്വം തന്നെയാണ്. നോക്കൂ, സാമ്പത്തിക ശേഷിയുള്ള രാജ്യങ്ങൾ തന്നെയാണ് വിജ്ഞാന സമ്പത്തും കൈയടക്കി വെച്ചിരിക്കുന്നത്. ഈ വിജ്ഞാനശേഷി പ്രയോജനപ്പെടുത്തിക്കൊണ്ട് അവർ കൂടുതൽ സാമ്പത്തിക ശേഷി കൈവരിക്കുന്നു. അവരുടെ കയ്യിലുള്ള ഡാറ്റ ഉപയോഗിച്ചുകൊണ്ട് അവർ വീണ്ടും വീണ്ടും എന്ത് ചെയ്യുന്നു? വളർന്നുകൊണ്ടിരിക്കുന്നു. എന്നാൽ ഈ ഡാറ്റയിലേക്ക് ആക്സസ് ഇല്ലാത്ത, ഇത് അവൈലബിൾ അല്ലാത്ത രാജ്യങ്ങൾ എന്ത് ചെയ്യുന്നു? അവർ എവിടെ നിന്നോ അവിടെ തന്നെ പുരോഗമനമില്ലാതെ തുടരേണ്ടി വരുന്നു. സാമ്പത്തിക ശേഷിയിലും വിജ്ഞാന സമ്പത്തിലും പിന്നിൽ നിൽക്കുന്നവർ കൂടുതൽ കൂടുതൽ പിന്തള്ളപ്പെടുകയാണ്. അപ്പോൾ നമ്മൾ നേരത്തെ ഒരു ഉദാഹരണം പറഞ്ഞു, നമ്മുടെ വീട്ടിലുള്ളവരുടെ കാര്യം വെച്ചാണ് നമ്മൾ ഉദാഹരണം പറഞ്ഞത്. നമുക്ക്
ഈ ഫോൺ എങ്ങനെയും ഉപയോഗിക്കാൻ അറിയാം, അല്ലെങ്കിൽ ഇതിനെക്കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും നമുക്കറിയാം. എന്നാൽ നമ്മുടെ മുൻ തലമുറയ്ക്ക് ഇത് അറിയുകയുമില്ല. അപ്പോൾ നിങ്ങളെ പോലെ നിങ്ങൾ ഇത് ഉപയോഗിക്കുന്ന അത്രയും വേഗതയിൽ അവർക്ക് അതിനെ ഉപയോഗിക്കാനോ അറിവ് നേടാനോ അവർക്ക് സാധിക്കുന്നില്ല, അല്ലേ? അതുപോലെ തന്നെ ഈ വിജ്ഞാന സമ്പത്ത് കയ്യിലില്ലാത്ത, സാമ്പത്തിക ശേഷിയില്ലാത്ത രാജ്യങ്ങളുടെ അവസ്ഥയും അതുപോലെ തന്നെയാണ്. അവർ സാമ്പത്തിക ശേഷിയുള്ള രാജ്യങ്ങൾ ഒരുപാട് മുന്നോട്ട് കുതിക്കുമ്പോൾ ഇവർക്ക് സാമ്പത്തിക ശേഷി ഇല്ലാത്ത രാജ്യങ്ങൾക്ക് അത്രത്തോളം മുന്നോട്ട് പോകാൻ കഴിയാതെ അവർ പിന്നിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. ഉയർന്ന സാക്ഷരത, ഉന്നത വിദ്യാഭ്യാസ സൗകര്യങ്ങൾ, വിദ്യാഭ്യാസത്തോടുള്ള താല്പര്യം, ശക്തമായ സാമൂഹിക സുരക്ഷാ ശൃംഖല എന്നിങ്ങനെ വിജ്ഞാന സമൂഹമായി മാറുന്നതിന് ആവശ്യമായ എല്ലാ ഭൗതിക സാഹചര്യങ്ങളും കേരളത്തിലുണ്ട്. അപ്പോൾ നമുക്ക് ഒരു ഉയർന്ന വൈജ്ഞാനിക സമൂഹമായി മാറുന്നതിന് ആവശ്യമായ എല്ലാ സാങ്കേതിക വിദ്യകളും എല്ലാ സൗകര്യങ്ങളും ഇവിടെയുണ്ട്, കേരളത്തിൽ ഉണ്ട്. കൃത്യമായ കാഴ്ചപ്പാടും ഇച്ഛാശക്തിയും അധികാരികൾക്കുണ്ടാവുക എന്നതാണ് നിർണായകമായ സംഗതി. എന്താണ്? അപ്പോൾ ഈ പറഞ്ഞ നമുക്ക് എല്ലാ സൗകര്യങ്ങളും നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ എല്ലാ മനുഷ്യരിലേക്കും, കേരളത്തിൽ ജീവിക്കുന്ന എല്ലാ മനുഷ്യരിലേക്കും എല്ലാ വിധത്തിലുമുള്ള അറിവും വിജ്ഞാനവും കൊണ്ടുചെന്ന് എത്തിക്കണമെന്ന് അധികാരികൾ തീരുമാനിക്കണം. അതുകൂടി ഉണ്ടായാൽ വികസന രംഗത്ത് രൂപപ്പെട്ട കേരള മാതൃക പോലെ ഇന്ത്യയുടെ ഇതര ഭാഗങ്ങൾക്കു മാത്രമല്ല ലോകരാഷ്ട്രങ്ങൾക്കും മാതൃകയാക്കാവുന്ന ഒരു വിജ്ഞാന സമൂഹമായി കേരളം മാറും. നിങ്ങളൊന്ന് ഓർത്തു നോക്കൂ, നിങ്ങൾക്ക് ഇന്റർനെറ്റിലൂടെയും മറ്റും അറിയാവുന്ന അതേ വിവരങ്ങൾ നിങ്ങൾക്ക് ചുറ്റുമുള്ള എല്ലാ മനുഷ്യർക്കും അറിയാമെന്ന് കരുതുക. അതായത് എല്ലാവരും നിങ്ങളെപ്പോലെ അറിവ് നേടിയവരായിരിക്കുക എന്ന് കരുതുക. എങ്കിൽ എന്ത് സംഭവിക്കും? എല്ലാ തരത്തിലും അറിവും വിജ്ഞാനവുമുള്ള ഒരു സമൂഹമായിട്ട് നമ്മുടെ കേരളം മാറും. അങ്ങനെയാണ് വേണ്ടുന്നത്. അങ്ങനെ വരുമ്പോൾ കേരളം ലോകരാഷ്ട്രങ്ങൾക്ക് തന്നെ മാതൃകയായിട്ട് തീരാമെന്നാണ് പറയുന്നത്. എപ്പോഴാണ് അല്ലെങ്കിൽ എങ്ങനെയാണ് ഒരു ഭാഷ വിജ്ഞാന ഭാഷയായി മാറുന്നത്? നോക്കാം. നവീന വിജ്ഞാന ധാരകളെ ഒരു ഭാഷയ്ക്ക് ഉൾക്കൊള്ളാൻ കഴിയുമ്പോഴാണ് അത് വിജ്ഞാന ഭാഷയായി മാറുന്നത്. എത്രമാത്രം വിജ്ഞാന മേഖലകളെ ഭാഷയിൽ കൈകാര്യം ചെയ്യാൻ കഴിയുന്നുവോ അത്രമാത്രം ആ ഭാഷ വളരുന്നു എന്ന് പറയാം. ഉദാഹരണത്തിന്, നിങ്ങളൊക്കെ IT അല്ലെങ്കിൽ കമ്പ്യൂട്ടർ പഠിച്ചിരിക്കുക ഏത് ഭാഷയിലാണ്? ഇംഗ്ലീഷിലായിരിക്കും, അല്ലേ? കൂടുതൽ പേരും ഇംഗ്ലീഷ് എന്ന് പറയുന്ന ഒരു മീഡിയം ഉപയോഗിച്ചുകൊണ്ടായിരിക്കണം IT ഒക്കെ പഠിച്ചിട്ടുണ്ടാവുക. പക്ഷേ നിങ്ങൾ ഇംഗ്ലീഷിൽ പഠിച്ചിട്ടുള്ള IT-യുമായി ബന്ധപ്പെട്ട അതേ കാര്യങ്ങൾ മലയാളത്തിൽ പഠിക്കുന്ന ഒരുപാട് കുട്ടികളുണ്ട്, ഇല്ലേ? അതിനർത്ഥം ഇംഗ്ലീഷിൽ നിങ്ങൾ പഠിച്ച വിവരങ്ങളെ മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പാകത്തിന് മലയാളം എന്ന ഭാഷയിൽ വാക്കുകളുണ്ട്, അല്ലേ? ഇംഗ്ലീഷിലുള്ള ഒരു വാക്ക് മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യണമെങ്കിൽ അതിന് തുല്യമായിട്ടുള്ള വാക്കുകൾ മലയാള ഭാഷയിൽ ഉണ്ടായിരിക്കണം. അതുപോലെ സയൻസിലെ കാര്യങ്ങൾ, സയൻസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇംഗ്ലീഷിലും മലയാളത്തിലും പഠിക്കുന്ന കുട്ടികൾ ഇപ്പോൾ ഈ വീഡിയോ കാണുന്നുണ്ട്, അല്ലേ? അപ്പോൾ കുറേ പേരൊക്കെ ഇപ്പോൾ ഫിസിക്സ് പഠിക്കുന്നത് മലയാളത്തിലായിരിക്കും, കുറേ പേര് ഇംഗ്ലീഷിലായിരിക്കും. ഇംഗ്ലീഷിൽ പഠിച്ചിട്ടുള്ള അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ ഉണ്ടായിട്ടുള്ള തിയറികൾ, ഇംഗ്ലീഷിൽ ഉണ്ടായിട്ടുള്ള കണ്ടുപിടുത്തങ്ങൾ അവയൊക്കെ മലയാളത്തിലും മലയാളം മീഡിയത്തിൽ പഠിക്കുന്ന കുട്ടികളും പഠിക്കുന്നുണ്ടല്ലേ? അതെങ്ങനെയാണ് സാധിക്കുന്നത്? ഇംഗ്ലീഷിൽ ഉണ്ടായിട്ടുള്ള ഈ തിയറികളെ മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തെടുക്കാൻ പാകത്തിനുള്ള വാക്കുകൾ മലയാള ഭാഷയിലുണ്ട്. അപ്പോൾ അങ്ങനെ എല്ലാത്തരം വിജ്ഞാന മേഖലകളെയും മലയാളത്തിന് ഉൾക്കൊള്ളാൻ കഴിയുന്നത് കൊണ്ടാണ് മലയാള ഭാഷയ്ക്ക് ഒരു വിജ്ഞാന ഭാഷയുടെ പദവി, ഒരു സ്റ്റാറ്റസ് കിട്ടുന്നത്. മനസ്സിലായോ? എല്ലാ ഭാഷകൾക്കും ഇത് കഴിഞ്ഞുകൊള്ളണം എന്ന് ഇല്ല. അപ്പോൾ എല്ലാ ഭാഷകൾക്കും ഇങ്ങനെ ഇംഗ്ലീഷിലോ മറ്റു ഭാഷകളിലോ ഉണ്ടായിട്ടുള്ള സിദ്ധാന്തങ്ങൾ, തിയറികളൊക്കെ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ കഴിയണമെന്നൊന്നുമില്ല. മലയാളത്തിന് അത് സാധിക്കുന്നത് എന്തുകൊണ്ടാണ്? മലയാളത്തിനൊരു വിജ്ഞാന ഭാഷയുടെ പദവി ഉള്ളത് കൊണ്ടാണ്. എത്രത്തോളം ഇങ്ങനെ മറ്റ് വിഷയങ്ങളെ കൈകാര്യം ചെയ്യാനുള്ള ശേഷി ഒരു ഭാഷയ്ക്കുണ്ടോ അത്രത്തോളം ആ ഭാഷ വളരുകയാണ് ചെയ്യുന്നത്. അപ്പോൾ കാരണം എന്താണ്? ആ ഭാഷയിലേക്ക് കൂടുതൽ പുതിയ പുതിയ വാക്കുകളും പുതിയ ടേംസും പുതിയ പുതിയ പ്രവണതകളുമൊക്കെ കടന്നു വരുന്നത് കൊണ്ടാണ്. വിജ്ഞാന മേഖല നിരന്തരം വികസിച്ചുകൊണ്ടിരിക്കുന്ന ഒന്നാണ്. ഓരോ വിഷയമേഖലയിലും പുതിയ അറിവുകൾ കടന്നു വരുന്നു എന്ന് മാത്രമല്ല, പുതിയ പുതിയ വിജ്ഞാന ശാഖകളും നിരന്തരമായി രൂപപ്പെടുന്നുണ്ട്. ഇപ്പോൾ സയൻസ് തന്നെ എടുക്കാം. ഇന്ന് സയൻസുമായി ബന്ധപ്പെട്ട ഒരു കണ്ടുപിടുത്തം ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട അനുബന്ധമായ പഠനങ്ങൾ, അതുമായി ബന്ധപ്പെട്ട ഗവേഷണങ്ങൾ, റിസർച്ചുകളൊക്കെ ഉണ്ടാവും. അപ്പോൾ വിജ്ഞാന മേഖല എന്ത് ചെയ്യുന്നു? ഒരു സയൻസ് മേഖല വീണ്ടും വളർന്നുകൊണ്ട് ഇരിക്കുകയാണ്.
അവ കൈകാര്യം ചെയ്യാൻ നാം ദൈനംദിന വ്യവഹാരത്തിന് ഉപയോഗിച്ചു പോരുന്ന ഭാഷ മാത്രം പോരാ. ദൈനംദിന വ്യവഹാരം എന്ന് പറഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാരുമായിട്ടും വീട്ടുകാരുമായിട്ടും ഒക്കെ സംസാരിക്കുന്ന ഒരു ഭാഷയുണ്ടല്ലോ, ആ ഭാഷ ഉപയോഗിച്ചാൽ മാത്രം പോരാ. വൈജ്ഞാനിക മേഖലയുമായി ബന്ധപ്പെട്ട ഒരു അറിവിനെ നിങ്ങൾക്ക് ഇംഗ്ലീഷിൽ നിങ്ങളൊരു തിയറി വായിച്ചു, അല്ലെങ്കിൽ ഒരു കണ്ടുപിടുത്തത്തെക്കുറിച്ചുള്ള ഒരു ലേഖനം നിങ്ങൾ വായിച്ചു, അത് മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾ വീട്ടിലും നാട്ടിലും സംസാരിക്കുന്ന ഭാഷ കൊണ്ട് അത് സാധിക്കില്ല. അപ്പോൾ അതിനൊരു സ്റ്റാൻഡേർഡ് ലാംഗ്വേജ് ഉണ്ടായിരിക്കും. ആ സ്റ്റാൻഡേർഡ് ലാംഗ്വേജ് ഉപയോഗിച്ചുകൊണ്ടാണ് നിങ്ങൾ വായിച്ച സയൻസിലെ ആ തിയറി അല്ലെങ്കിൽ ആ കണ്ടുപിടുത്തത്തെക്കുറിച്ചുള്ള ആ റൈറ്റപ്പ് നിങ്ങൾ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത് ഒരു സ്റ്റാൻഡേർഡ് ഭാഷ ഉപയോഗിച്ചുകൊണ്ടായിരിക്കും. ഓക്കെ, മനസ്സിലാകുന്നുണ്ടല്ലോ. വിനിമയം ചെയ്യുന്ന വിഷയമേഖലയുടെ പ്രത്യേകതകൾക്കനുസരിച്ചും അവയുടെ സങ്കീർണതയ്ക്കനുസരിച്ചും വിജ്ഞാന ഭാഷയുടെ ശൈലിയിലും മാറ്റങ്ങൾ വന്നു ചേരും. ഇപ്പോൾ ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ് പറയുന്നത് എന്ന് വിചാരിക്കുക. അതിനെയാണ് മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യേണ്ടതെങ്കിൽ ഒരു മാനക ഭാഷയിൽ, ഒരു സ്റ്റാൻഡേർഡ് ലാംഗ്വേജിൽ അതിനെ ട്രാൻസ്ലേറ്റ് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് ഒരു വാർത്തയുടെ സ്വഭാവമോ അല്ലെങ്കിൽ ഒരു ചരിത്രം കഥയുടെ രൂപത്തിൽ പറയുന്നതായിട്ടോ ആണ് നമുക്ക് തോന്നുക. ഇപ്പോൾ നിങ്ങൾ തന്നെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തെക്കുറിച്ചൊക്കെ പഠിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എങ്ങനെയാണത് പഠിക്കുന്നത്? വർഷങ്ങളെ അടിസ്ഥാനമാക്കി സംഭവങ്ങളുടെ വിവരണത്തിലൂടെയാണ്, അല്ലേ? ഡീറ്റെയിലിങ്ങിലൂടെയാണ് നിങ്ങൾ ഇങ്ങനെ പഠിച്ച് പോകുന്നത്. എങ്ങനെയാണ് സമരം നടന്നത്, അതിനിടയിൽ എന്തൊക്കെ കാര്യങ്ങൾ ഉണ്ടായി, ആരൊക്കെ സമരത്തിൽ പങ്കെടുത്തു, ഒരു കഥയുടെ സ്വഭാവമാണ് നിങ്ങൾ ഹിസ്റ്ററി ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ ഉള്ളത്. അതേ രീതിയിൽ പക്ഷേ നിങ്ങൾക്ക് സയന്റിഫിക്കായ ഒരു കാര്യം ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റില്ല, അല്ലേ? നിങ്ങൾക്ക് തന്നെ അറിയാം. ഇപ്പം നിങ്ങൾ നിസ്സാരം ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്ന ഒരു ടേമും അതിൻ്റെ പ്രവർത്തനങ്ങളെയും കുറിച്ച് നിങ്ങൾ ഓർക്കുക. നിങ്ങൾ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം പഠിച്ച അതേപോലെ ആ ഭാഷയിലല്ല നിങ്ങൾ ഫോട്ടോസിന്തസിസിനെ കുറിച്ച് പഠിച്ചത്, അല്ലേ? അവിടെ വരുമ്പോൾ നിങ്ങൾ സയന്റിഫിക്കായ ടേമുകൾ ഉപയോഗിച്ചും അവിടെ നടക്കുന്ന പ്രവർത്തനങ്ങളുടെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടുള്ള കാര്യങ്ങൾ ഉപയോഗിച്ചുമാണ് നിങ്ങൾ ആ ടേമിനെ പഠിക്കുക. പക്ഷേ ഹിസ്റ്ററി പഠിക്കുമ്പോൾ അങ്ങനെയാണോ? വർഷങ്ങളുടെ അടിസ്ഥാനത്തിൽ സംഭവങ്ങളുടെ വിവരണങ്ങളാണ് നിങ്ങൾ പഠിക്കുന്നത്. ഒരു കഥ പോലെയാണ് പഠിക്കുന്നത്. ഇത് രണ്ടും ഇംഗ്ലീഷിലുണ്ടായ പുസ്തകങ്ങളുടെ മലയാളത്തിലുള്ള ട്രാൻസ്ലേഷനാണ് മലയാളം മീഡിയത്തിലുള്ള കുട്ടികൾ പഠിക്കുന്നത്. അപ്പോൾ ഇത് രണ്ടും ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ട് വരാനുള്ള ശേഷി ഏത് ഭാഷയ്ക്കുണ്ട്? മലയാള ഭാഷയ്ക്ക് ഉണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ സയൻസ് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത് പോലെയല്ല ഹിസ്റ്ററി ട്രാൻസ്ലേറ്റ് ആയി വരുന്നത്. ഈ രണ്ട് രീതിയും പോലെയല്ല കണക്ക് അല്ലെങ്കിൽ ഗണിതം ട്രാൻസ്ലേറ്റ് ചെയ്ത് പഠിക്കുന്നത്, അല്ലേ? അപ്പോൾ ഇതെല്ലാം ഉൾക്കൊള്ളാനുള്ള ശേഷി ഒരു ഭാഷയ്ക്ക് ഉണ്ടായിരിക്കണം. ഉൾക്കൊള്ളാനുള്ള ശേഷി എന്ന് പറഞ്ഞാൽ ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ ഇംഗ്ലീഷ് വാക്കുകൾക്ക് പകരമുള്ള വാക്കുകൾ മലയാളത്തിൽ ഉണ്ടായിരിക്കണമെന്ന് അർത്ഥം. ആധുനിക വിജ്ഞാന പ്രസാരണത്തിന് അനിവാര്യമായ പുത്തൻ പദാവലികളുടെ ആവിഷ്കാരം, അനുസൃതമായ ഭാഷാപ്രയോഗങ്ങളുടെ പരീക്ഷണം, ശാസ്ത്ര സാങ്കേതിക ശബ്ദാവലികളുടെ നിർമ്മാണം, ഉയർന്ന നിലവാരത്തിലുള്ള ശാസ്ത്ര സാങ്കേതിക പുസ്തകങ്ങളുടെ വിവർത്തനം, വ്യത്യസ്ത ശാസ്ത്ര സാങ്കേതിക മാനവിക വിഷയങ്ങളെ അധികരിച്ച് മൂലഗ്രന്ഥങ്ങൾ തയ്യാറാക്കൽ എന്നിങ്ങനെ നിരവധി പ്രവർത്തനങ്ങളിലൂടെയേ ഒരു ഭാഷയെ വിജ്ഞാന ഭാഷയാക്കി മാറ്റാൻ കഴിയൂ. നിങ്ങൾ ഈ കേട്ടതുകൊണ്ട് ഇതൊരു കഠിനമായ പദപ്രയോഗങ്ങളാണ്, പേടിക്കണമെന്നൊന്നും കരുതണ്ട. ഇതുകൊണ്ട് ഇത്രയേ ഉദ്ദേശിക്കുന്നുള്ളൂ. അതായത് ഒരു സയൻസ് ടെക്സ്റ്റിനെ മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യണമെങ്കിൽ അതിൽ പറഞ്ഞിരിക്കുന്ന ഓരോ ടേംസിനും ഈക്വൽ ആയിട്ടുള്ള മലയാളം വാക്കുകളും സെന്റൻസുകളും മലയാളത്തിൽ ഉണ്ടായിരിക്കണം. ഒന്ന്. മറ്റൊന്ന്, അങ്ങനെ ഒരു സയൻസ് വിഷയത്തെ ട്രാൻസ്ലേറ്റ് ചെയ്യണമെങ്കിൽ ഒരുപാട് സയൻസ് പുസ്തകങ്ങൾ നേരത്തെ തന്നെ മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് സ്റ്റാൻഡേർഡ് ടെക്സ്റ്റുകളെ ട്രാൻസ്ലേറ്റ് ചെയ്ത് നാം ഒരു ശേഖരമുണ്ടാക്കിയിരിക്കണം. ഇവയെല്ലാം മുൻനിർത്തിക്കൊണ്ട് വേണം ഒരു സയൻസ് വിഷയത്തെ മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് എടുക്കാൻ. മനസ്സിലായല്ലോ? അതായത് ഇത്രയും മാത്രം നിങ്ങൾ ഓർത്താൽ മതി. ഒരു ശാസ്ത്ര വിഷയത്തെ മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യണമെങ്കിൽ ആ ശാസ്ത്ര വിഷയത്തിൽ ഉപയോഗിക്കപ്പെട്ടിരിക്കുന്ന ഇംഗ്ലീഷ് ടേംസിന് പകരമുള്ള മലയാളം ടേംസ് മലയാള ഭാഷയിൽ ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ ഉണ്ടാക്കിയെടുക്കണം. ആ ഉണ്ടാക്കിയെടുക്കുന്ന വാക്കുകൾക്ക് അത് കേൾക്കുമ്പോൾ ഒരു കല്ലുകടി തോന്നരുത്. മലയാള പദം, തത്തുല്യമായ മലയാള പദങ്ങൾ ഉണ്ടാക്കിയെടുക്കുകയോ നേരത്തെ ഉണ്ടായിരുന്ന സ്റ്റാൻഡേർഡ് വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് ട്രാൻസ്ലേറ്റ് ചെയ്യുകയോ വേണം. എന്നാലേ അതൊരു വൈജ്ഞാനിക ഭാഷയായി മാറുകയുള്ളൂ.
ഇപ്പോൾ ഉദാഹരണത്തിന് ഫോട്ടോസിന്തസിസ് എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു. അതിന് തത്തുല്യമായ മലയാള പദമാണ് പ്രകാശ സംശ്ലേഷണം. ഇങ്ങനെ സ്റ്റാൻഡേർഡ് വാക്കുകൾ മലയാള ഭാഷയിൽ ഉണ്ടായിരിക്കുകയോ ഇല്ലാത്ത പക്ഷം അതിന് പകരമുള്ളവ നാം നിർമ്മിച്ചെടുക്കുകയോ ചെയ്യണം. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ വിർച്വൽ റിയാലിറ്റി എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും അല്ലേ? VR എന്ന് പറയുന്ന ഒരു സമ്പ്രദായം. അതിന് മലയാളത്തിലുള്ള പകരമുള്ള പദമാണ് പ്രതീതി യാഥാർത്ഥ്യം. എന്താണ് പ്രതീതി യാഥാർത്ഥ്യം? വിർച്വൽ റിയാലിറ്റി എന്താണ്? യഥാർത്ഥമല്ലാത്ത ഒന്നിനെ ഉണ്ട് എന്ന് തോന്നിക്കൽ. അപ്പോൾ അതിന് പകരമുള്ള മലയാളം വാക്കാണ് പ്രതീതി യാഥാർത്ഥ്യം. അതായത് യാഥാർത്ഥ്യമാണെന്ന് പ്രതീതി, തോന്നലുണ്ടാക്കൽ. മനസ്സിലായല്ലോ? അപ്പോൾ ഏതൊരു സയൻസ് ടേമിനെയും മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ അതിന് ഈക്വൽ ആയിട്ടുള്ളതോ അല്ലെങ്കിൽ അതേ അർത്ഥമുള്ളതോ ആയിട്ടുള്ള സ്റ്റാൻഡേർഡ് വാക്കുകളും സെന്റൻസുകളും മലയാള ഭാഷയിൽ പ്രയോഗിക്കാൻ കഴിയണം എന്നാണ് ഈ 4 വരിയിൽ പറഞ്ഞിരിക്കുന്നത്. പേടിക്കേണ്ടതില്ല. ഇനി ബാക്കി നോക്കാം. പുതിയ വിജ്ഞാനങ്ങൾ മലയാളത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുമ്പോൾ മറ്റു ഭാഷകൾ നമ്മെ തേടി വരും. മലയാളത്തിൽ ഉൽപ്പാദിപ്പിച്ച വിജ്ഞാനങ്ങളെ മുൻനിർത്തി മറ്റു ഭാഷകൾ വിവർത്തനത്തിന് തുനിയുമ്പോഴാണ് നമ്മുടെ ഭാഷ ഉന്നതമായ നിലവാരത്തിലേക്ക് എത്തുന്നത്. ഇതും നമുക്ക് സിമ്പിളായിട്ട് മനസ്സിലാക്കാം. ഒരു നല്ല ശാസ്ത്ര ഗ്രന്ഥം, ഒരു സയൻസ് ടെക്സ്റ്റ് ഇംഗ്ലീഷിൽ ഉണ്ടായി എന്ന് കരുതുക. ആ ഉണ്ടായ ടെക്സ്റ്റിനെ വളരെ നല്ല രീതിയിൽ മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാനും കഴിഞ്ഞു എന്ന് വിചാരിക്കുക. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഇംഗ്ലീഷ് ടെക്സ്റ്റിനെ മറ്റ് ഭാഷകൾക്കൊന്നും നല്ല രീതിയിൽ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റിയില്ല. തമിഴിനും തെലുങ്കിനും കന്നഡക്കാർക്കും ഹിന്ദിക്കും ഒന്നും നല്ല രീതിയിൽ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റിയില്ല. അവരൊക്കെ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ ശ്രമിച്ചു. പക്ഷെ മലയാളത്തിലാണ് ഏറ്റവും ബെസ്റ്റ് ട്രാൻസ്ലേഷൻ ഉണ്ടായത് എങ്കിൽ സ്വാഭാവികമായിട്ടും ആ പ്രത്യേക വിഷയത്തെക്കുറിച്ച് പഠിക്കുന്നവർ ഏത് ടെക്സ്റ്റിനെ ആയിരിക്കും ആശ്രയിക്കുക? മലയാളത്തെ ആയിരിക്കും ആശ്രയിക്കുക. മനസ്സിലാവുന്നുണ്ടോ? അതായത് ഒരു നല്ല സ്റ്റാൻഡേർഡ് ഒരു സയൻസ് ടെക്സ്റ്റ് നിർമ്മിക്കപ്പെട്ടു അല്ലെ എഴുതപ്പെട്ടു. ആ എഴുതപ്പെട്ട ടെക്സ്റ്റിനെ ഒരുപാട് ഭാഷക്കാർ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ നോക്കിയതിൽ മലയാളമാണ് ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്തത് എങ്കിൽ ഈ വിഷയത്തിൽ പഠിക്കുന്ന ആൾക്കാർ അവർക്ക് മലയാളം അറിയാമെങ്കിൽ ഇംഗ്ലീഷിനേക്കാളും കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യുന്നത് മലയാളത്തെ ആയിരിക്കും. ഈ മലയാളത്തിൽ എഴുതിയിരിക്കുന്നതിനെ ട്രാൻസ്ലേറ്റ് ചെയ്ത് പഠിക്കാമെന്ന് മറ്റ് ഭാഷക്കാരും വിചാരിക്കും. അതാണ് പറഞ്ഞത്, ഏറ്റവും കൂടുതൽ വിജ്ഞാന മേഖലകൾ മലയാളത്തിലേക്ക്, പുതിയ പുതിയ വിജ്ഞാന മേഖലകൾ മലയാളത്തിലേക്ക് വരുമ്പോൾ മറ്റ് മേഖലകളിലുള്ളവരും മറ്റ് ഭാഷയിലുള്ളവരുമൊക്കെ മലയാളത്തെ ഡിപ്പെൻഡ് ചെയ്യാമെന്ന് വിചാരിക്കും. നിങ്ങൾക്ക് ഞാൻ ചെറിയ ഒരു ഉദാഹരണം പറഞ്ഞു തരാം. പാവങ്ങൾ എന്ന് പറയുന്ന ഒരു നോവലിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. അതിൻ്റെ ഒറിജിനൽ എന്ന് പറയുന്നത് ലാ മിറാബലെ എന്ന് പറയുന്നതാണ് അതിൻ്റെ ഒറിജിനൽ. പക്ഷേ ഇതിന് ഇംഗ്ലീഷിൽ ഒരു ട്രാൻസ്ലേഷൻ ഉണ്ടായി. ലെസ് മിസറബിൾ എന്ന് പറയുന്ന ഒരു ട്രാൻസ്ലേഷൻ ഉണ്ടായി. ഈ ലാ മിറാബലെ ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ടല്ലോ. പിന്നീട് ഇതിനുണ്ടായ ട്രാൻസ്ലേഷൻസ് മുഴുവനും ഈ പറഞ്ഞ ലെസ് മിസറബിൾ എന്ന് പറയുന്ന ഇംഗ്ലീഷ് ടെക്സ്റ്റിനെ ആശ്രയിച്ചാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ആദ്യം ഉണ്ടായത് ഏതാണ്? ലാ മിറാബലെയാണ്. ആ ലാ മിറാബലെയുടെ ട്രാൻസ്ലേഷനാണ് ലെസ് മിസറബിൾ. ലെസ് മിസറബിൾ പെർഫെക്റ്റ് ആയിരുന്നത് കൊണ്ടാണ് മറ്റ് ഭാഷക്കാരെല്ലാം, മലയാളം ഉൾപ്പെടെ, മലയാളത്തിലെ ട്രാൻസ്ലേഷനാണ് പാവങ്ങൾ എന്ന് പറയുന്നത്. ഇതുപോലെ ഈ നോവലിനെ ട്രാൻസ്ലേറ്റ് ചെയ്തവരെല്ലാം ആശ്രയിച്ചത് ലാ മിറാബലെ എന്ന ഒറിജിനൽ ടെക്സ്റ്റിനെ അല്ല, ലെസ് മിസറബിൾ എന്ന് പറയുന്ന ഇംഗ്ലീഷ് ടെക്സ്റ്റിനെയാണ്. കാര്യം മനസ്സിലായല്ലോ? അതേപോലെ ഒരു വിഷയത്തെ ഏത് ഭാഷയാണോ ഏറ്റവും പെർഫെക്റ്റായി വിവർത്തനം ചെയ്തിരിക്കുന്നത്, വിവർത്തനം എന്ന് പറഞ്ഞാൽ ട്രാൻസ്ലേഷൻ ചെയ്തിരിക്കുന്നത്, പിന്നീട് ആ വിഷയം പഠിക്കുന്നവരെല്ലാം ആ പെർഫെക്റ്റ് ട്രാൻസ്ലേഷനെ ആയിരിക്കും ഡിപ്പെൻഡ് ചെയ്യുക. അപ്പോൾ മലയാളത്തിൽ അങ്ങനെ ട്രാൻസ്ലേറ്റ് ചെയ്യാനുള്ള ഒരു കഴിവുണ്ടെങ്കിൽ ആ വിഷയം പഠിക്കുന്നവരെല്ലാം പിന്നീട് ഡിപ്പെൻഡ് ചെയ്യുന്നത് നമ്മുടെ ഭാഷയെ ആയിരിക്കും എന്നാണ് ലേഖകൻ പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഭാഷയായി മാറാനുള്ള കഴിവ് മലയാളത്തിന് ഉണ്ടായിരിക്കണം. ഒരു വൈജ്ഞാനിക ഭാഷയായി മാറാനുള്ള കഴിവ് മലയാളത്തിനുണ്ടാകണം. അതെങ്ങനെ ഉണ്ടാകണം? പുതിയ പുതിയ പദങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടും പുതിയ ടേംസ് സൃഷ്ടിച്ചുകൊണ്ടും. ഒരു സയൻസ് ടേം വരികയാണെങ്കിൽ അതിന് തുല്യമായിട്ടുള്ള, അതിൻ്റെ അർത്ഥം തന്നെ ജനിപ്പിക്കാൻ കഴിവുള്ള പുതിയ പദങ്ങൾ മലയാളത്തിൽ ഉൽപ്പാദിപ്പിച്ചുകൊണ്ടുമാണ് മലയാളം ഒരു വൈജ്ഞാനിക ഭാഷയായി മാറാനുള്ളത്. ക്ലിയർ ആണല്ലോ? അടുത്ത പാരഗ്രാഫിലേക്ക് പോകാം. വൈജ്ഞാനിക സമൂഹം എന്ന സങ്കല്പത്തെ നമുക്കൊന്ന് പരിചയപ്പെടാം. മാനവ സമൂഹത്തെ അതത് കാലത്തെ സവിശേഷതകൾക്കനുസരിച്ച് പ്രത്യേക പേരുകൾ നൽകി വിശേഷിപ്പിച്ചു പോരാറുണ്ട്. കാർഷിക സമൂഹം,
വ്യാവസായിക സമൂഹം, മുതലാളിത്ത സമൂഹം തുടങ്ങിയ വിശേഷണങ്ങൾ അങ്ങനെയാണ് രൂപം കൊള്ളുന്നത്. അതായത് ഒരു കാലത്ത് ഇവിടെയുള്ള ജനങ്ങൾ, ലോകത്തെമ്പാടുമുള്ള ജനങ്ങൾ കൃഷിയെ ആശ്രയിച്ചും കൃഷി മുഖ്യ തൊഴിലായി സ്വീകരിച്ചും ജീവിച്ചിരുന്നു. ആ ഒരു സമൂഹത്തെയാണ് കാർഷിക സമൂഹം എന്ന് പറയാൻ സാധിക്കുക. കുറച്ചു കാലങ്ങൾക്ക് ശേഷം വലിയ വ്യവസായശാലകൾ വരികയും ഫാക്ടറികളും മറ്റും വരികയും ആളുകൾ കൂടുതലായി അതിനെ ആശ്രയിക്കുകയും കൃഷിയേക്കാൾ പ്രാബല്യം വ്യവസായത്തിന് വന്നു ചേരുകയും ചെയ്തു. അതുകൊണ്ട് ആ ഒരു കാലഘട്ടത്തെ ആശ്രയിച്ച് ജീവിച്ചിരുന്ന ജനങ്ങളെ വ്യാവസായിക സമൂഹം എന്ന് വിളിക്കാം. ഇനി മുതലാളിത്ത സമൂഹം എന്ന് പറയുന്നത് കയ്യിൽ അധികാരവും സമ്പത്തുമുള്ള മനുഷ്യരാൽ ഭരിക്കപ്പെടുന്ന സാധാരണക്കാരായ ജനങ്ങൾ. അങ്ങനെ ഒരു അവസ്ഥ നമ്മുടെ സമൂഹത്തിന് ഉണ്ടായപ്പോഴാണ് അതിനെ മുതലാളിത്ത സമൂഹം എന്ന് വിളിക്കുന്നത്. അല്ലെങ്കിൽ സാമ്പത്തിക ശേഷിയുള്ള മനുഷ്യർ അധികാരത്തിന്റെ കേന്ദ്രസ്ഥാനത്ത് വരികയും സമൂഹത്തിന്റെ ഭരണം മുഴുവനും അവരുടെ കൈകളിലാവുകയും ചെയ്യുന്ന അവസ്ഥ. ഈ ഒരു രീതിയുടെ തുടർച്ചയായാണ് ഇന്നത്തെ മാനവ സമൂഹത്തെ വൈജ്ഞാനിക സമൂഹം എന്ന് വിളിക്കുന്നത്. അതായത് ഇന്നത്തെ ജനങ്ങൾക്ക് എല്ലാ ഭാഗത്തു നിന്നും ഡാറ്റയിലേക്ക് ആക്സസ് ചെയ്യാനുള്ള വഴികളുണ്ട് അല്ലേ? നമുക്ക് അറിവിലേക്ക്, ജ്ഞാനത്തിലേക്ക് നമുക്ക് ഒരു വിരൽ ദൂരം മാത്രമേ ഉള്ളൂ. നമ്മുടെ ഫോണിൽ നമുക്ക് എന്ത് കാര്യം വേണമെങ്കിലും സെർച്ച് ചെയ്ത് മനസ്സിലാക്കാനുള്ള ശേഷി ഇന്നത്തെ സമൂഹത്തിനുണ്ട്. അപ്പോൾ വിജ്ഞാനം എന്ന് പറയുന്നത് നമുക്കിന്ന് വളരെ ലളിതമായിട്ടും വളരെ അനായാസമായിട്ടും ലഭിക്കുന്ന ഒന്നാണ്. അങ്ങനെ എല്ലാ തരത്തിലുമുള്ള വിജ്ഞാനം നേടിയെടുക്കാൻ കഴിവുള്ള, വിജ്ഞാനത്തിലേക്ക് ആക്സസ് ഉള്ള നമ്മുടെ സമൂഹത്തെയാണ് വൈജ്ഞാനിക സമൂഹം എന്ന് വിളിക്കുന്നത്. ഉൽപാദന വ്യവസ്ഥയിൽ മുമ്പെങ്ങുമില്ലാത്ത വിധം അറിവിന് കൈവന്ന മേൽക്കൈ മുൻനിർത്തിയാണ് ഇത്. എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഉൽപാദന വ്യവസ്ഥയിൽ മുമ്പെങ്ങുമില്ലാത്ത വിധം അറിവിന് മേൽക്കൈ വന്നിരിക്കുന്നു എന്നാണ്. അതായത് സമൂഹത്തിലെ മറ്റെന്തിനേക്കാളും അറിവ് എന്ന് പറയുന്ന ഒരു വസ്തുതയ്ക്ക് പ്രാധാന്യം ലഭിക്കുന്ന അവസ്ഥ. മുമ്പൊരിക്കലും അനുഭവപ്പെടാത്ത തരത്തിലുള്ള വേഗതയിലും വ്യാപ്തിയിലുമാണ് ഇന്ന് വിജ്ഞാന മേഖലകൾ വളരുന്നത്. നിർമ്മിത ബുദ്ധി, റോബോട്ടിക്സ്, ജീനോമിക്സ്, നാനോ ടെക്നോളജി തുടങ്ങിയ നവീന രംഗങ്ങളിലെ മുന്നേറ്റങ്ങൾ മനുഷ്യരാശിയുടെ ഗതിവിഗതികളെ ഒട്ടാകെ മാറ്റിമറിക്കാൻ കെൽപ്പുള്ളവയാണ്. അപ്പോൾ സയൻസ് ഇന്ന് എല്ലാ മേഖലകളിലും വികസിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് അർത്ഥം. സമകാലിക സമൂഹത്തെ വൈജ്ഞാനിക സമൂഹം എന്ന് വിശേഷിപ്പിച്ചു തുടങ്ങിയത് 1970-കളോടെയാണ്. 80-കളോടെ ഇത് കൂടുതൽ വ്യാപകമായ തോതിൽ ഉപയോഗിച്ചു തുടങ്ങി. അതായത് കേരളത്തിലും മറ്റുമൊക്കെ കമ്പ്യൂട്ടർ എന്ന് പറയുന്ന ഉപകരണത്തിന്റെ ഉപയോഗവും അതിനോടനുബന്ധിച്ച് പിന്നീട് ഇന്റർനെറ്റിന്റെ കടന്നുവരവും ഒക്കെ ഉണ്ടാകുന്നത് ഈ 1970-കൾക്ക് ശേഷമാണ്. അതുകൊണ്ടാണ് അതിനുശേഷമുള്ള കാലഘട്ടത്തെ ഇങ്ങനെ വിശേഷിപ്പിക്കുന്നത്. അതുമാത്രമല്ല, കമ്പ്യൂട്ടറും മറ്റ് സാങ്കേതിക വിദ്യകളും ഒക്കെ ഇവിടെ ഉണ്ടായി കഴിഞ്ഞപ്പോൾ, ആശയവിനിമയ മാർഗങ്ങളൊക്കെ വളരെ സുതാര്യമായപ്പോൾ ഇവിടെയുള്ള മനുഷ്യർക്ക് ലോകത്തെമ്പാടും നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് അതാത് ദിവസത്തെ വിവരങ്ങൾ അതാത് നിമിഷങ്ങളിൽ അറിയാൻ സാധിക്കുന്ന തരത്തിലേക്ക് നമ്മുടെ സമൂഹം വികസിച്ചു. ആ വികസനം ഉണ്ടാകുന്നത് 1970-കൾക്ക് ശേഷമാണ്. അതുകൊണ്ടാണ് അതിനുശേഷമുള്ള സമൂഹത്തെ വൈജ്ഞാനിക സമൂഹം എന്ന് വിശേഷിപ്പിക്കാൻ തുടങ്ങിയത്. ശാസ്ത്ര സാങ്കേതിക രംഗത്തെ പുരോഗതികളാൽ പ്രചോദിതമാകുന്നതും സംസ്കാരം, ഭാഷ തുടങ്ങിയ നിരവധി ഘടകങ്ങളെ ഉൾക്കൊള്ളുന്നതുമാണ് വൈജ്ഞാനിക സമൂഹം. വൈജ്ഞാനിക സമൂഹം എന്തിനെയൊക്കെ ഉൾപ്പെടുന്നു, എന്തൊക്കെ ഉൾപ്പെട്ടതാണ് വൈജ്ഞാനിക സമൂഹം എന്ന് നോക്കൂ. ശാസ്ത്ര സാങ്കേതിക രംഗം, സയൻസ് ആൻഡ് ടെക്നോളജിയിലെ പുതിയ പുതിയ മാറ്റങ്ങൾ, പിന്നെ സംസ്കാരം, ഭാഷ, നമ്മുടെ കൾച്ചർ, നമ്മുടെ ലാംഗ്വേജ്, ഇതെല്ലാം ഉൾപ്പെടുന്ന ഒന്നാണ് എന്ത്? നമ്മുടെ വൈജ്ഞാനിക സമൂഹം. വൈവിധ്യം കൊണ്ടും ശേഷി കൊണ്ടും പരിപോഷിപ്പിക്കപ്പെടുന്ന ഒന്നാണ് അത്. എന്താണ്? വൈവിധ്യം കൊണ്ട്. വൈവിധ്യം എന്ന് പറയുന്നത് എന്താണ്? പല സയൻസിന്റെ നാനാ തുറകളിലുള്ള വിവിധ മേഖലകളിൽ നിന്നുള്ള സംഭാവനകൾ കൊണ്ടാണ് ഈ മേഖല എന്ത് ചെയ്യുന്നത്? വളരുന്നത്. പരിപോഷിപ്പിക്കപ്പെടുക, വളരുക എന്നുള്ള അർത്ഥം നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. നിരന്തരമായി അറിവ് സൃഷ്ടിക്കപ്പെടുക മാത്രമല്ല വൈജ്ഞാനിക സമൂഹത്തിൽ സംഭവിക്കുന്നത്. സൃഷ്ടിക്കപ്പെടുന്ന അല്ലെങ്കിൽ പോഷിപ്പിക്കപ്പെടുന്ന അറിവിന്റെ പ്രസാരണവും ഇവിടെ പ്രധാനമാണ്. പുതിയ പുതിയ കാര്യങ്ങളെക്കുറിച്ചുള്ള കണ്ടുപിടുത്തങ്ങൾ ഉണ്ടായാൽ മാത്രം മതിയോ? അത് സമൂഹത്തിലെ എല്ലാ ജനങ്ങൾക്കും അറിയാനും പഠിക്കാനും ഒക്കെ കഴിയുകയും വേണം. അപ്പോൾ അതെന്ത് ചെയ്യണം? അത് സമൂഹത്തിൽ പ്രചരിക്കണം. അതുകൊണ്ട് അതിന്റെ പ്രചാരണവും വളരെ പ്രധാനമാണ്. ഇങ്ങനെ വിജ്ഞാനം പ്രസരിപ്പിക്കപ്പെടുന്നതിലൂടെ ജനജീവിതത്തെ മെച്ചപ്പെടുത്താനും കഴിയേണ്ടതുണ്ട്. പുതിയ പുതിയ അറിവുകൾ ഉണ്ടാകുന്നു, അത് ജനങ്ങൾക്കിടയിൽ പ്രചരിക്കുന്നു, അതിലൂടെ അവരുടെ ജനജീവിതം കൂടുതൽ മെച്ചപ്പെടുന്നു.
പുതുതായി ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന അറിവുകളും നാട്ടിൽ നിലനിൽക്കുന്ന തനത് അറിവുകളും സമന്വയിപ്പിക്കാനും അവയെ നിരന്തരമായി പ്രയോജനപ്പെടുത്തി നാടിന്റെ സാമൂഹികവും രാഷ്ട്രീയവും സാമ്പത്തികവുമായ പുരോഗതി ഉറപ്പുവരുത്താനും കഴിയുന്ന ഒന്നിനെയാണ് വൈജ്ഞാനിക സമൂഹം എന്ന് വിളിക്കുന്നത്. അതായത് ലോകത്തിലെമ്പാടും പുതിയതായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ശാസ്ത്ര സാങ്കേതിക വിദ്യകളെക്കുറിച്ചും നമ്മൾ അറിഞ്ഞിരിക്കണം. നമ്മുടെ നാടിന്റെ തനതായ അറിവുകൾ, ഇപ്പൊ നമ്മുടെ നാടിന്റെ സംസ്കാരത്തെക്കുറിച്ച്, കലകളെക്കുറിച്ച്, നമ്മുടെ നാട്ടു പാരമ്പര്യങ്ങളെക്കുറിച്ച്, വൈദ്യത്തെക്കുറിച്ചൊക്കെ നമുക്ക് അറിവുണ്ടായിരിക്കണം. അപ്പോൾ ഈ സാങ്കേതിക വിദ്യയും പഴയ അറിവുകളും സമന്വയിപ്പിച്ചുകൊണ്ട് രണ്ടിൽ നിന്നുമുള്ള ഗുണങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് വേണം ഒരു വൈജ്ഞാനിക സമൂഹം ഉണ്ടാക്കിയെടുക്കാൻ. അങ്ങനെയുള്ള ഒരു സമൂഹത്തെയാണ് നമുക്ക് വൈജ്ഞാനിക സമൂഹം എന്ന് തീർച്ചയായും വിളിക്കാൻ സാധിക്കുക. അഭിപ്രായ പ്രകടനത്തിനുള്ള സ്വാതന്ത്ര്യം, വിദ്യാഭ്യാസത്തിനുള്ള അവകാശം, സമൂഹത്തിന്റെ സാംസ്കാരിക ജീവിതത്തിൽ സ്വതന്ത്രമായി പങ്കുചേരാനുള്ള അവകാശം തുടങ്ങിയ ഘടകങ്ങളുടെ സാന്നിധ്യം കൊണ്ട് ആധുനിക വിവരസമൂഹം മുൻകാലങ്ങളിലെ വൈജ്ഞാനിക സമൂഹ സങ്കല്പത്തിൽ നിന്നും വേറിട്ട് നിൽക്കുന്ന ഒന്നായി മാറുന്നുവെന്ന് യുനെസ്കോ ചൂണ്ടിക്കാണിക്കുന്നു. ഇന്ന് എങ്ങനെയാണ് ലോകത്തെമ്പാടുമുള്ള എന്തു കാര്യങ്ങളെക്കുറിച്ചും എന്ത് പ്രവണതകളെക്കുറിച്ചും ആർക്കും അഭിപ്രായം രേഖപ്പെടുത്താൻ സാധിക്കും. വെറുതെ അങ്ങ് വീട്ടിലിരുന്ന് അഭിപ്രായം പറയുകയല്ല, സോഷ്യൽ മീഡിയയിലൂടെ ലോകമെമ്പാടും നിങ്ങളുടെ അഭിപ്രായം മറ്റുള്ളവരെ അറിയിക്കാനും നിങ്ങളെ കൊണ്ട് സാധിക്കും. പിന്നെ അതാരും തടയുകയുമില്ല. വിദ്യാഭ്യാസത്തിനുള്ള അവകാശം, ലോകത്ത് എവിടെയൊക്കെ എന്തെല്ലാം കോഴ്സുകൾ ഉണ്ടോ അതെല്ലാം പഠിക്കാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള യോഗ്യതാ മാർക്ക് നിങ്ങൾക്കുണ്ടെങ്കിൽ അത് പഠിക്കാനും നിങ്ങൾക്കിപ്പോൾ സാധിക്കും. അങ്ങനെ ലോകത്തിന്റെ സാമൂഹിക ജീവിതം, ലോകത്തിൽ എവിടെ നടക്കുന്ന അനീതിയെക്കുറിച്ച് പ്രതികരിക്കാനും ഏത് നല്ല കാര്യത്തിന്റെ പങ്കാളിയാകാനും നിങ്ങൾക്കിന്ന് ലോകത്തിന്റെ ഏത് മൂലയിലിരുന്നും സാധിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ മുൻകാലങ്ങളിലെ വൈജ്ഞാനിക സമൂഹത്തെക്കാൾ അതിൽ നിന്ന് വേറിട്ട ഒന്നാണ് ഇന്നത്തേത് എന്നുകൂടി ആര് പറയുന്നു? യുനെസ്കോ പറയുന്നു. വിവരങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് മാനവ പുരോഗതിക്ക് വേണ്ടി വിജ്ഞാനം നിർമ്മിക്കാനും പ്രയോഗിക്കാനുമായി തിരിച്ചറിയൽ, ഉൽപ്പാദിപ്പിക്കൽ, ക്രമീകരിക്കൽ, പരിവർത്തിപ്പിക്കൽ, പ്രസരിപ്പിക്കൽ എന്നീ ശേഷികളുള്ള സമൂഹങ്ങളാണ് വൈജ്ഞാനിക സമൂഹങ്ങൾ. എന്താണ്? വിവരങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് മാനവ പുരോഗതിക്ക് വേണ്ടി, മനുഷ്യ നന്മയ്ക്ക് വേണ്ടി എന്ത് ചെയ്യണം? ആദ്യം വിജ്ഞാനത്തെ ഉൽപ്പാദിപ്പിക്കുന്നു. ഏതെങ്കിലും ഒരു ശാസ്ത്ര മേഖലയുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ സാമൂഹിക ശാസ്ത്രവുമായി ബന്ധപ്പെട്ടോ ഒക്കെ ഒരു പുതിയ അറിവിനെ ഉണ്ടാക്കിയെടുക്കുന്നു. എന്നിട്ട് അത് എങ്ങനെയാണ് പ്രയോഗിക്കാനുള്ളത്, അതിന്റെ പ്രാക്ടിക്കൽ സൈഡ് എങ്ങനെയാണെന്ന് കണ്ടുപിടിക്കണം. അങ്ങനെ അത് കഴിഞ്ഞ് അതിനെ വർഗീകരിക്കണം. വർഗീകരിച്ചതിന് ശേഷം അതിനെ മാറ്റങ്ങൾ വരുത്താനുണ്ടെങ്കിൽ അതെല്ലാം വരുത്തി സമൂഹത്തിലെ എല്ലാ ജനങ്ങൾക്കും അവൈലബിൾ ആകുന്ന തരത്തിലേക്ക് അതിനെ പ്രചരിപ്പിക്കുകയും വേണം. ഇങ്ങനെ ചെയ്യാൻ കഴിവുള്ള ഒരു സമൂഹത്തെയാണ് നമുക്ക് വൈജ്ഞാനിക സമൂഹം എന്ന് പറയാൻ സാധിക്കുക. ബഹുത്വം, കൂട്ടിച്ചേർക്കൽ, ഐക്യപ്പെടൽ, പങ്കാളിത്തം എന്നിവയെല്ലാം ഉൾക്കൊള്ളുന്ന സാമൂഹിക വീക്ഷണം ഇവയ്ക്ക് ആവശ്യമാണെന്നും വൈജ്ഞാനിക സമൂഹങ്ങളിലേക്ക് എന്ന യുനെസ്കോ രേഖ അടിവരയിടുന്നു. എന്തൊക്കെ വേണം? ബഹുത്വം, ഈ നമ്മൾ പറയുന്ന ഒരു കാര്യത്തിന് ഒരുപാട് അഭിപ്രായങ്ങളും അതിനെക്കുറിച്ചുള്ള ചർച്ചകളും അതുണ്ടാകണം. പിന്നെ ചർച്ചകളുടെ അടിസ്ഥാനത്തിൽ എന്തെങ്കിലും കൂട്ടിച്ചേർക്കാനുണ്ട്. നമ്മളൊരു പുതിയ സയൻസ് തിയറി അവതരിപ്പിക്കുന്നു, അതിൽ ഇന്ന കാര്യങ്ങൾ മിസ്സായി പോയി, അതുകൂടി ആഡ് ചെയ്യണമെന്ന് വേറൊരാൾ പറഞ്ഞാൽ എന്ത് ചെയ്യണം? അതുകൂടി ആഡ് ചെയ്യണം. പിന്നെ ഐക്യപ്പെടൽ, ഈ പറയുന്ന സയൻസ് വസ്തുതയുമായി നമ്മൾ പൊരുത്തപ്പെടാൻ തയ്യാറാകണം. അവയിൽ നമ്മളും പങ്കാളികളാകണം. ഇതെല്ലാം ഇതിനാവശ്യമാണെന്ന്, വൈജ്ഞാനിക സമൂഹത്തിന് ആവശ്യമാണെന്ന് യുനെസ്കോ പറയുന്നുണ്ട്. ഭാഷയുടെ പ്രശ്നത്തെ കൂടി അഭിസംബോധന ചെയ്ത് വൈജ്ഞാനിക സമൂഹ നിർമ്മിതി സാധ്യമാകൂ എന്നും യുനെസ്കോ രേഖ അഭിപ്രായപ്പെടുന്നു. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഏത് ഭാഷയിലൂടെയാണ് ഒരു ഐഡിയ ജനങ്ങളിലേക്ക് എത്തിക്കുന്നത് എന്നുള്ള കാര്യവും വളരെ പ്രധാനമാണ്. ലോകത്ത് നിലനിൽക്കുന്ന ബഹുഭാഷികത്വവും ബഹുസംസ്കാരങ്ങളും സംരക്ഷിക്കപ്പെടേണ്ടതുണ്ട്. ലോകത്തിൽ നൂറുകണക്കിന് രാജ്യങ്ങളുണ്ട്. ആ രാജ്യങ്ങൾക്കുള്ളിൽ തന്നെ ചെറിയ ചെറിയ പട്ടണങ്ങളുണ്ട്, സംസ്ഥാനങ്ങളുണ്ട്. സംസ്ഥാനങ്ങൾക്കുള്ളിൽ ജില്ലകളോ, ഇപ്പൊ നമ്മളുടെ ഒരു രീതി അനുസരിച്ച്, ഇന്ത്യയിലെ രീതി അനുസരിച്ച് സംസ്ഥാനങ്ങളും ജില്ലകളും, ജില്ലകൾക്കകത്ത് തന്നെ ചെറു പട്ടണങ്ങളും ഗ്രാമങ്ങളും ഒക്കെയുണ്ട് അല്ലേ? അപ്പോൾ അവിടെയെല്ലാം ഒരേ ഭാഷയല്ല സംസാരിക്കുക. ഇന്ത്യയിലെമ്പാടും ഒരു ഭാഷയല്ല സംസാരിക്കുക. കേരളത്തിനകത്ത് സംസാരിക്കുന്നത് തന്നെ പല പല ഭാഷകളാണല്ലേ? മലയാളമാണ് നമ്മൾ സംസാരിക്കുന്നതെങ്കിലും അതിന് പല ഡയലക്റ്റുകളുണ്ട്. ഒരേ വാക്ക് തന്നെ പല അർത്ഥത്തിലാണ് പല ഭാഗങ്ങളിലും പ്രയോഗിക്കപ്പെടുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ബഹുഭാഷികത്വം ലോകത്തെമ്പാടും ഉണ്ട്. ആ ബഹുഭാഷികത്വവും
ബഹുസംസ്കാരങ്ങളും. ലോകത്തുള്ള എല്ലാ മനുഷ്യരും ഒരേ സംസ്കാരമല്ല പിന്തുടരുന്നത്. ഇന്ത്യയിലെ സംസ്കാരമല്ല ചൈനയിലേത്, ചൈനയിലേതല്ല ജപ്പാനിലേത്, ഇവിടുത്തെ ഒന്നുമല്ല അമേരിക്കയിലേത്. അങ്ങനെ ലോകത്തെമ്പാടുമുള്ള എല്ലാ രാജ്യങ്ങളിലെയും സംസ്കാരങ്ങളും നാനാവിധത്തിലുള്ള ഭാഷകളും ഒക്കെ ഇവിടെ സംരക്ഷിച്ചുകൊണ്ട് തന്നെ ആയിരിക്കണം ഈ അറിവ് പ്രസരിപ്പിക്കേണ്ടുന്നത്. തനത് അറിവുകളുടെ സംരക്ഷണത്തിലും പ്രാദേശിക ഭാഷകളുടെ പങ്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. തനത് അറിവെന്ന് പറഞ്ഞാൽ ഒരു നാട്ടിലെ പ്രത്യേകമായ അറിവ്. ഉദാഹരണത്തിന്, ഇപ്പോൾ നിങ്ങളുടെ നാട്ടിൽ ഏതെങ്കിലും ഒരു അസുഖത്തിന് ചികിത്സയുണ്ട്, ഏതെങ്കിലും ഒരു അസുഖത്തിനുള്ള നാട്ടുമരുന്ന് അവൈലബിൾ ആണെങ്കിൽ ആ അറിവിനെ കുറിച്ചുള്ള, ആ നാട്ടുമരുന്നിനെ കുറിച്ചുള്ള അറിവ് സൂക്ഷിച്ചിരിക്കുന്നത് നിങ്ങളുടെ നാട്ടിലാണ്. ആ നാട്ടിൽ മാത്രം കാണപ്പെടുന്ന പ്രത്യേകതരം പേരുകളുള്ള ചെടികളും മരുന്ന് ചെടികളും ഔഷധ കൂട്ടുകളും ഒക്കെ ഉപയോഗിച്ചാവും ആ മരുന്ന് തയ്യാറാക്കുക. അതിൻ്റെ വിധിയും ക്രമങ്ങളും, അത് എങ്ങനെയാണ് അത് തയ്യാറാക്കേണ്ടുന്നത് എന്ന ചിട്ടയുമൊക്കെ നിങ്ങളുടെ ഭാഷയിലായിരിക്കും ഒരു പക്ഷേ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുക. അപ്പോൾ അത് മറ്റൊരാൾക്ക് പകർന്നു കൊടുക്കുന്നത് ഏത് ഭാഷയിലായിരിക്കും? നിങ്ങളുടെ നാട്ടിലെ തനത് ഭാഷ. ഓരോ നാടിനും ഓരോ ഡയലക്റ്റും ഭാഷയും ഒക്കെ ഉണ്ടല്ലോ. ആ ഭാഷയിലാണ് മറ്റുള്ളവർക്ക് പകർന്ന് കൊടുക്കുക. അപ്പോൾ അതിനെ സംരക്ഷിക്കുന്നതും, ഇങ്ങനെയുള്ള പ്രത്യേകമായ നാട്ടറിവിനെ സംരക്ഷിക്കുന്നതും തനത് പ്രാദേശിക ഭാഷകളാണ്. കേരളം വൈജ്ഞാനിക സമൂഹമായി മാറണമെങ്കിൽ വലിയ തോതിൽ വിജ്ഞാനം ഇവിടെ ഉൽപ്പാദിപ്പിക്കാൻ കഴിയണം. ഇവിടെ പ്രത്യേകതരമായ കണ്ടുപിടുത്തങ്ങളും വിജ്ഞാനവും ഒക്കെ ഉണ്ടായാൽ മാത്രമേ ഇവിടേക്ക് പുറം രാജ്യത്ത് നിന്നും മറ്റ് സ്ഥലങ്ങളിൽ നിന്നുമൊക്കെ ആളുകൾ ആകൃഷ്ടരായി വരികയുള്ളൂ. വിഷയത്തിൽ അവഗാഹമുണ്ടാകുമ്പോഴേ വിജ്ഞാനോൽപാദനം നടക്കൂ. ഏതെങ്കിലും ഒരു വിഷയത്തിൽ നിങ്ങൾക്കൊരു കണ്ടുപിടുത്തം നടത്തണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ആദ്യം നിങ്ങൾ ആ വിഷയത്തെ പഠിക്കണം. നിങ്ങൾക്കിപ്പോൾ സയൻസിൽ ഒരു വലിയ കണ്ടുപിടുത്തം നടത്തണം, ഏതെങ്കിലും ഒരു മരുന്ന് കണ്ടുപിടിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു എങ്കിൽ നിങ്ങൾ ഏത് രോഗത്തിനാണോ മരുന്ന് കണ്ടുപിടിക്കുന്നത് ആ രോഗത്തെക്കുറിച്ച് നിങ്ങൾ ആദ്യം ബോധവാനായിരിക്കണം. പിന്നെ തീർച്ചയായും ഇത് വൈദ്യശാസ്ത്ര മേഖലയാണല്ലോ. അപ്പോൾ നിങ്ങൾ വൈദ്യശാസ്ത്രം മുഴുവനായും പഠിച്ചിരിക്കണം. വൈദ്യശാസ്ത്രത്തിൽ തന്നെ ഏതു മേഖലയിലാണോ നിങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ആ മേഖലയിൽ നിങ്ങൾ അഗ്രഗണ്യരായിരിക്കണം. എന്നിട്ട് ഏതൊരു പ്രത്യേക അസുഖത്തിനാണോ നിങ്ങൾ മരുന്ന് കണ്ടുപിടിക്കാൻ ഉദ്ദേശിക്കുന്നത് ആ രോഗത്തെക്കുറിച്ചും അതിൻ്റെ മുൻകാല സ്വഭാവത്തെക്കുറിച്ചും നിങ്ങൾക്ക് ജ്ഞാനമുണ്ടായിരിക്കണം. അപ്പോൾ എന്ത് വേണം? ഏതു വിഷയത്തിലാണോ നിങ്ങൾ ഒരു അറിവ് ഉൽപ്പാദിപ്പിക്കാൻ പോകുന്നത് ആ വിഷയത്തെക്കുറിച്ച് നിങ്ങൾക്ക് നല്ല ജ്ഞാനമുണ്ടായിരിക്കണം. ഉന്നത ബിരുദങ്ങൾ നേടി എന്നതുകൊണ്ട് ഒരാൾക്ക് ആ വിഷയത്തിൽ അവഗാഹമുണ്ടായി എന്നർത്ഥമില്ല. അവഗാഹം രൂപപ്പെടാൻ നല്ലത് സ്വന്തം ഭാഷയിൽ കാര്യങ്ങൾ മനസ്സിലാക്കലാണ്. അതായത് കാണാപാഠം പഠിച്ച് നിങ്ങൾക്ക് ഒരു വിഷയത്തിൽ നല്ല മാർക്ക് വാങ്ങാൻ സാധിച്ചു എന്ന് വരാം, പക്ഷേ അതുകൊണ്ട് മാത്രം നിങ്ങൾക്ക് ആ വിഷയത്തിൽ അറിവുണ്ട് എന്ന് അർത്ഥമില്ല. ഉദാഹരണം പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത പല വിഷയങ്ങൾക്കും നല്ല മാർക്ക് സ്കൂളിൽ നിന്ന് കിട്ടുന്നുണ്ടാകാം. പക്ഷെ അതെങ്ങനെ കിട്ടുന്നു? ഗൈഡുകൾ ഉപയോഗിച്ചും സ്കൂളിലെയും മറ്റും ക്ലാസ്സുകൾ ഉപയോഗിച്ചും ഓൺലൈൻ ക്ലാസ്സുകൾ ഉപയോഗിച്ചും ഒക്കെ നിങ്ങൾ കേട്ട് പഠിച്ച് കാണാതെ പഠിച്ച് എഴുതിയായിരിക്കും നിങ്ങൾക്ക് ആ ഇഷ്ടമില്ലാത്ത വിഷയത്തിൽ മാർക്ക് കൂടുതൽ കിട്ടുക. പക്ഷെ ഇഷ്ടപ്പെടുന്ന വിഷയത്തിൽ നിങ്ങൾക്ക് കിട്ടുന്ന മാർക്ക് എന്ന് പറയുന്നത് അത് നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കിയത് കൊണ്ടും ആ വിഷയത്തെക്കുറിച്ച് നിങ്ങൾക്ക് ഗാഠമായ അറിവുള്ളത് കൊണ്ടും കിട്ടുന്നതാണ്. ഓക്കെ, മനസ്സിലാവുന്നുണ്ടല്ലോ. ഇപ്പൊ നിങ്ങളെക്കാളും നിങ്ങൾക്ക് ഇഷ്ടമുള്ള വിഷയത്തിൽ ഒരാൾക്ക് മാർക്ക് കിട്ടി എന്ന് വിചാരിച്ച് അത് അയാൾക്ക് അത്രത്തോളം അറിവുണ്ടായത് കൊണ്ടായിരിക്കണം എന്നില്ല, കാണാതെ പഠിച്ച് കിട്ടിയതും ആകാമെന്നർത്ഥം. അപ്പോൾ അറിവ് എങ്ങനെയായിരിക്കണം? ബിരുദത്തിന്റെ അടിസ്ഥാനത്തിലല്ല ഒരാളുടെ അറിവിനെ അളക്കാനുള്ളത്. അവഗാഹം രൂപപ്പെടാൻ നല്ലത് സ്വന്തം ഭാഷയിൽ കാര്യങ്ങൾ മനസ്സിലാക്കലാണ്. ഒരു കാര്യത്തെക്കുറിച്ച് നിങ്ങൾക്ക് വളരെ ഈസിയായി മനസ്സിലാകണമെങ്കിൽ അത് നിങ്ങളുടെ ഭാഷയിൽ തന്നെ മനസ്സിലാക്കുന്നതാണ് നല്ലത്. അറിവ് നിർമ്മാണം എന്നത് സാമൂഹികമായ ഒരു പ്രക്രിയയാണ്. ക്ലാസ് മുറികളിൽ നിന്ന് പഠിക്കുന്നത് പോലും അറിവായി മാറുന്നത് സാമൂഹികമായ ഇടപെടലുകളിലൂടെയാണ്. നമുക്ക് പലപ്പോഴും നമ്മൾ സയൻസിലും മാത്സിലും ഒക്കെ പഠിക്കുന്ന പല കാര്യങ്ങളും കണ്ടിട്ട് നമുക്ക് തോന്നാം, എന്തിനാണ് ഇതൊക്കെ നമ്മൾ പഠിക്കുന്നത്, ഇതൊന്നും നിത്യജീവിതത്തിൽ നമ്മൾ ഉപയോഗിക്കുന്നില്ലല്ലോ എന്ന് നിങ്ങൾക്ക് തോന്നാം. പക്ഷെ നിങ്ങൾ കുറച്ചുകൂടി വലിയ ക്ലാസ്സുകളിലേക്ക് പോവുകയും നിങ്ങൾക്ക് ഇഷ്ടമുള്ള കോഴ്സുകൾ തിരഞ്ഞെടുത്ത് അതുമായി ബന്ധപ്പെട്ട ജോലികൾ ചെയ്യാൻ തുടങ്ങുകയും ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും എന്തിനു വേണ്ടിയാണ് ചെറിയ പ്രായത്തിൽ എന്നെ ഈ തിയറിയും ഈ സയൻസും ഒക്കെ പഠിപ്പിച്ചത് എന്ന്. കാരണം വലിയ വലിയ ക്ലാസ്സുകളിലേക്ക്, വലിയ കോഴ്സുകളിലേക്ക്, ജോലികളിലേക്ക് പോകുമ്പോഴാണ് നിങ്ങൾ ഇന്ന് പഠിക്കുന്ന ചെറിയ ചെറിയ അറിവുകളും തിയറികളും ഒക്കെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നത്. സമൂഹത്തിന്റെ ഭാഷയിലൂടെയാണ് അത് നടക്കുക.
അപ്പോൾ നിങ്ങൾ സമൂഹത്തിലേക്ക് ഇറങ്ങി നിങ്ങളുടെ അറിവ് അവിടെ ഉപയോഗിക്കണമെങ്കിൽ നിങ്ങൾ ഏത് ഭാഷയിൽ സംസാരിക്കണം? സാധാരണക്കാരായ മനുഷ്യർ സംസാരിക്കുന്ന സമൂഹത്തിന്റെ ഭാഷയിൽ ജനങ്ങളുമായി ഇടപെട്ടുകൊണ്ട് വേണം നിങ്ങളുടെ കയ്യിലുള്ള അറിവ് ഉപയോഗിക്കാൻ. മാതൃഭാഷാധിഷ്ഠിത പഠനത്തിന്റെ പ്രാധാന്യം ഇവിടെയാണ് പ്രസക്തമാകുന്നത്. എന്ന് വെച്ചാൽ എന്താണ്? എന്തെങ്കിലും ഒരു കാര്യം പഠിക്കുമ്പോൾ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് ഒന്നും അറിയില്ല എന്നുണ്ടെങ്കിൽ കഴിവതും നിങ്ങളുടെ സ്വന്തം ഭാഷയിൽ അതിനെ മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഉദാഹരണത്തിന് ഒരു പുതിയ പ്രതിഭാസത്തെക്കുറിച്ച്, ഒരു പുതിയ കൊടുങ്കാറ്റോ അങ്ങനെ എന്തെങ്കിലും വരുന്നു എന്ന് നിങ്ങൾ വാർത്തയിൽ കേൾക്കുന്നു. അതിനെക്കുറിച്ച് അറിയണമെങ്കിൽ ഏറ്റവും നല്ലത് നിങ്ങൾ മലയാളത്തിൽ അതിനെക്കുറിച്ച് വന്ന വാർത്തകളോ കുറിപ്പുകളോ വായിച്ച് മനസ്സിലാക്കുക. അപ്പോൾ നിങ്ങൾക്ക് ആ കാര്യത്തെക്കുറിച്ചുള്ള വളരെ ബേസിക് ആയിട്ടുള്ള ഒരു അറിവ് ലഭിക്കും. ആ ബേസിക്കായ അറിവ് വെച്ചുകൊണ്ട് വേണം നിങ്ങൾ കൂടുതൽ വായിക്കാനും അറിയാനും ശ്രമിക്കേണ്ടുന്നത്. ഒപ്പം ആധുനിക വിജ്ഞാന മേഖലകളെ കൈകാര്യം ചെയ്യാൻ കഴിയും വിധം മലയാള ഭാഷയെ പരിവർത്തിപ്പിക്കുകയും വേണം. അപ്പോൾ ഞാൻ നേരത്തെ നിങ്ങളോട് ഒരു ഉദാഹരണം പറഞ്ഞു. നിങ്ങൾ കാണുന്ന നിങ്ങളുടെ 10ാം ക്ലാസ്സിലെ ടെക്സ്റ്റ്, അതിൽ സയൻസ് ഉണ്ട്, മാത്സ് ഉണ്ട്, ഒക്കെ സാമൂഹിക ശാസ്ത്രമുണ്ട്, എല്ലാം ഉണ്ട് അല്ലേ? ഇതിന് മലയാളം ടെക്സ്റ്റുമുണ്ട്, ഇംഗ്ലീഷ് ടെക്സ്റ്റുമുണ്ട് ഇല്ലേ? സയൻസിലെ അല്ലെങ്കിൽ മാത്സിലെ കൂടുതൽ തിയറികളും ഉണ്ടായിരിക്കുന്നത് മറ്റു ഭാഷകളിലാണ്, മലയാളത്തിലല്ല, മറ്റു ഭാഷകളിലാണ് കൂടുതലായും ഉണ്ടായിരിക്കുന്നത്. ലോകത്തിലെ വിവിധ രാജ്യങ്ങളിൽ ഉണ്ടായിട്ടുള്ള കണ്ടുപിടുത്തങ്ങളും പിന്നെ യുദ്ധങ്ങളും വിപ്ലവങ്ങളും ഒക്കെ നിങ്ങൾ പഠിക്കുന്നുണ്ട്. അവയെക്കുറിച്ചെല്ലാം എഴുതിയിരിക്കുന്നത് മലയാള ഭാഷയിലല്ല ആദ്യമായിട്ട് എഴുതപ്പെട്ടത്. അതാത് രാജ്യങ്ങളിലെ ഭാഷകളിലാണ് ആ ചരിത്രങ്ങൾ അല്ലെങ്കിൽ ആ സയൻസുകൾ രേഖപ്പെടുത്തപ്പെട്ടത്. പിന്നീട് അത് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെടുകയും ഇംഗ്ലീഷിൽ നിന്ന് മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് നിങ്ങളുടെ ടെക്സ്റ്റിലാക്കിയിരിക്കുകയും ചെയ്യുന്നു. അതിനെയാണ് നിങ്ങൾ പഠിക്കുന്നത് അല്ലേ? അപ്പോൾ അങ്ങനെ പല പല ഭാഷകളിൽ, ഫ്രഞ്ചിലും റഷ്യനിലും ഒക്കെ നടന്ന സംഭവ വിവരണങ്ങൾ അല്ലെങ്കിൽ പല പല രാജ്യങ്ങളിലുണ്ടായ കണ്ടുപിടുത്തങ്ങളൊക്കെ അതാത് ഭാഷകളിൽ രേഖപ്പെടുത്തപ്പെടുകയും പിന്നീട് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ട് മലയാളത്തിലേക്ക് വരികയും ചെയ്തിരിക്കുന്നു. മലയാളത്തിലേക്ക് വരണമെങ്കിൽ മലയാളത്തിൽ അതിനെ മലയാളത്തിലേക്ക് മാറ്റാൻ ആവശ്യമായ വാക്കുകളും മറ്റും മലയാള ഭാഷയിൽ ഉണ്ടായിരിക്കണം. ഉള്ളതുകൊണ്ടാണല്ലോ മാറ്റാൻ സാധിച്ചത്. ഇനി പുതിയ പുതിയ വിജ്ഞാന മേഖലകൾ കടന്നു വരുമ്പോൾ അവയെയും ഉൾക്കൊള്ളാൻ തരത്തിലുള്ള വിശാലതയും പദങ്ങളുമൊക്കെ മലയാള ഭാഷയിൽ ഉണ്ടാകണം. ഉണ്ടായിട്ടില്ലെങ്കിൽ അത്തരം മാറ്റത്തിലേക്ക് മലയാള ഭാഷയെ കൊണ്ടുവരാൻ നമുക്ക് സാധിക്കണമെന്ന് പറഞ്ഞുകൊണ്ടാണ് CM മുരളീധരൻ ഈ ലേഖനം അവസാനിപ്പിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇത് മനസ്സിലായി കാണും എന്ന് കരുതുന്നു. ഇത്രയേ ഉള്ളൂ. വിജ്ഞാന മേഖല എന്ന് പറഞ്ഞാൽ എന്താണ്? അറിവ്, ഡാറ്റ, നമ്മൾ പഠിക്കുന്ന പുതിയ പുതിയ നോളജ് എന്ന് പറയുന്ന കാര്യം. നമ്മൾ ഓരോ പുതിയ അറിവും നമ്മൾ നേടിക്കൊണ്ടിരിക്കുകയാണ്. എവിടെ നിന്നാണ് നമുക്ക് ആ ജ്ഞാനം അല്ലെങ്കിൽ അറിവ് ഉണ്ടാകുന്നത്? വായനയിലൂടെ, എഴുത്തിലൂടെ, പിന്നെ നമ്മൾ നിരന്തരമായി കാണുന്ന വാർത്തകളിലൂടെ, സോഷ്യൽ മീഡിയയിലൂടെ, പിന്നെ ഇന്റർനെറ്റിന്റെ വിവിധ സംവിധാനങ്ങളിലൂടെ നമുക്ക് അറിവുണ്ടായിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ കിട്ടുന്ന അറിവിനെയൊക്കെ മലയാള ഭാഷയിലേക്ക്, മാതൃഭാഷയിലേക്ക് മാറ്റണമെങ്കിൽ ആ ഭാഷയ്ക്ക് എന്തുണ്ടായിരിക്കണം? ഈ അറിവുകളെയെല്ലാം ഉൾക്കൊള്ളാൻ പാകത്തിനുള്ള ശേഷിയുണ്ടായിരിക്കണം. പകരമുള്ള മലയാളം വാക്കുകൾ ഉണ്ടായിരിക്കണം. അങ്ങനെ മാറ്റുമ്പോഴാണ് ഭാഷയ്ക്ക് ഒരു വൈജ്ഞാനിക ഭാഷയുടെ പദവി ലഭിക്കുന്നത്. ഇനി ഈ വൈജ്ഞാനിക ഭാഷയിലൂടെ ഇവിടേക്ക് കടന്നു വന്ന അറിവിനെ എവിടെയെങ്കിലും ഒരിടത്ത് കെട്ടി നിർത്തുകയല്ല, അവയെക്കുറിച്ച് ചർച്ചകൾ ഉണ്ടാവുകയും കൂട്ടിച്ചേർക്കലുകൾ ഉണ്ടാവുകയും തിരുത്തലുകൾ ഉണ്ടാക്കുകയും ക്രമീകരിക്കുകയും ഒക്കെ ചെയ്തതിന് ശേഷം സമൂഹത്തിലെ ആളുകൾക്കിടയിലേക്ക് ഇതിനെ പ്രചരിപ്പിക്കുന്നു. അപ്പോഴാണ് ഒരു സമൂഹം വൈജ്ഞാനിക സമൂഹമായി മാറുന്നത്. അപ്പോൾ ഒരു വൈജ്ഞാനിക സമൂഹത്തിന്റെ ഭാഷ എങ്ങനെയായിരിക്കണം? ആ ഭാഷയെ എങ്ങനെയാണ് മാറ്റം വരുത്തേണ്ടുന്നത്? ആ ഭാഷയിലൂടെ ഒരു സമൂഹത്തിന്, ഒരു ഭാഷയ്ക്ക് എന്തെല്ലാം നേട്ടങ്ങൾ ഉണ്ടാകുന്നു തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് നാം ഈ ലേഖനത്തിനകത്ത് കണ്ടത്. ഇതേ തുടർന്ന് ഈ പാഠഭാഗത്തിന്റെ ഉത്തര മാതൃകകളാണ് വരുന്നത്. അവ കൃത്യമായി എഴുതിയെടുത്ത് പഠിക്കാനും നിങ്ങളുടേതായ ഉത്തരങ്ങൾ രൂപീകരിക്കാനും ശ്രമിക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റുകളായി രേഖപ്പെടുത്തുക. നന്ദി.